കോഴിക്കോട് എലത്തൂരിലെ HPCL നിന്നും വ്യാപകമായിട്ട് ഇന്ധനച്ചോർച്ചയുണ്ടായി എന്നുള്ളത് വളരെയധികം ആശങ്കയുണ്ടാക്കുന്നൊരു കാര്യമാണ്. ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് ഇത്തരത്തിൽ ഇവിടെ ഇന്ധനച്ചോർച്ച ഇവിടുത്തെ നാട്ടുകാരുടെ തന്നെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടനെ തന്നെ ഇത് ഇവിടുത്തെ HPCL ബന്ധപ്പെട്ട അധികൃതരെ വിവരം അറിയിക്കുകയും അവർ പരിശോധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ ഇതിൽ ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഓവുചാലിലൂടെ ഇത്തരത്തിൽ ഈ ഇന്ധനം വരികയും ഈ ഇന്ധനം ഓവുചാലിൽ കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ഇതിൽ നിന്നും ബക്കറ്റിൽ ഈ ഇന്ധനം കോരിയെടുത്തുകൊണ്ട് അത് വിവിധ ടാങ്കുകളിലേക്ക് മാറ്റിയാണ് ഇപ്പോൾ ഇവിടെ ഈ ആശങ്കാജനകമായ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും അധികൃതരുടെ ഭാഗത്തു നിന്നുമെല്ലാം ഒരു ശ്രമം ഉണ്ടായിട്ടുള്ളത്. ഈ ഡ്രൈനേജ് ഓപ്പൺ ഡ്രൈനേജ് ആണ്, ഒരു സ്ലാബ് പോലത്തെ ഓപ്പൺ ഡ്രൈനേജ് ആണ്. ഒരു സിഗരറ്റ് കുറ്റിയെങ്കിലും ഇട്ടല്ലേ അത്രയും ഗൗരവമുള്ള സ്ഥിതിയാണ് വരിക. 12 കിലോമീറ്റർ ചുറ്റളവിൽ പിന്നെ ജനവാസം ഉണ്ടാകാമെന്നതിൻ്റെ കണക്ക്. അത്രയും ഗൗരവമുള്ള സാധനം. അത് ബന്ധപ്പെട്ട അധികാരികൾ വരാതെ ഈ ബേറിൽ ഞങ്ങൾ പിടിച്ചു വെച്ചതാണ്. ബന്ധപ്പെട്ട അധികാരികൾ വന്ന് ഒരു ഉറപ്പ് തരാതെ, ജനങ്ങളെ സുരക്ഷിതത്തിന് ഒരു ഉറപ്പ് തരാതെ ഇത് വിട്ടുകൊടുക്കില്ലെന്ന് നാട്ടുകാരെ നിലവിലുള്ള തീരുമാനം. ഈ പ്രതിഷേധം അവസാനിപ്പിക്കില്ല, ഇവിടെ നിന്ന് പോകില്ല എന്ന് തന്നെയാണ് പറയുന്നത്. മാത്രവുമല്ല, ഈ ഓവർഫ്ലോ സംഭവിച്ച് ഇവിടേക്ക് ഇന്ധനം ഒഴുകിയെത്തി ആദ്യം ശ്രദ്ധയിൽപ്പെട്ട ഈ ഓവുചാലിന്റെ തൊട്ട് പിറകു വശത്തായിട്ടുള്ള ഓവുചാലിന്റെ സ്ലാബ് മാറ്റിയപ്പോൾ അവിടെയും സമാന രീതിയിൽ തന്നെ ഇന്ധനം ഇത്തരത്തിൽ ഓവുചാലിൽ തങ്ങി നിൽക്കുന്ന കെട്ടിക്കിടക്കുന്ന ഒരു ദൃശ്യവും നമ്മൾ നേരത്തെ കണ്ടു. അങ്ങനെ ഒരു സാഹചര്യവും ഉണ്ട്. എന്തായാലും ഇത് പരിഹരിക്കണമെന്ന് തന്നെയാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.